2022 പുറത്തിറങ്ങിയ സൗത്ത് കൊറിയൻ ചലച്ചിത്രം ഡൊങ്കാമിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് കിം എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കിം ഒരു കോളേജിൽ സെക്കൻഡ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. പതിവ് പോലെ അന്നവൻ കോളേജിലേക്ക് വന്നു. കോളേജ് മുഴുവൻ ആഘോഷത്തിന്റെ കാഴ്ചകളായിരുന്നു. കാര്യം എന്തെന്നാൽ ഫ്രഷേഴ്സ് ഡേ ആണ്. ഫ്രഷർ സ്റ്റുഡന്റുകൾ അങ്ങോട്ടേക്കെത്തും. കിമ്മിന്റെ കൂട്ടുകാരൻ ഒപ്പം സൈക്കിൾ ചവിട്ടി വന്ന് അവനോട് പറഞ്ഞു, അളിയ, നമ്മുടെ ക്ലാസ്സിൽ 10 പെൺപിള്ളേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കാണ് എങ്ങടെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. ഇത് ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറയണം. അത് കേട്ടതും കിം സൈക്കിൾ ചവിട്ടി നിർത്തി. എടാ, സത്യമാണോ ഈ പറയുന്നേ? കിമ്മിനും അതിശയമുണ്ടായിരുന്നു. അവനിലും സന്തോഷം കാണപ്പെട്ടു. അവരുണ്ടായിരുന്നത് വർഷം 1999 അപ്പോഴൊന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സിൽ പെൺകുട്ടികൾ പഠിക്കുന്നത് തന്നെ വളരെ അതിശയകരമായ കാര്യമാണ്. കൂട്ടുകാരൻ പറഞ്ഞു, ഒരു പെൺകൊച്ച് നമ്മുടെ ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അവൾ കോളേജിൽ വന്നിട്ടില്ല. അവളാ എക്സാമുകളിലൊക്കെ ടോപ്പറായിട്ടുമുള്ളത്. എന്താ കാര്യമെന്നറിയില്ല. ഞാൻ എങ്ങനെയെങ്കിലും ആ പെൺകൊച്ചിന്റെ നമ്പർ സംഘടിപ്പിച്ചു തരാം. നീ ആ പെൺകൊച്ചിനെ വിളിച്ച് കോളേജിൽ വരാത്തത് എന്താണെന്ന് നൈസായിട്ടൊന്ന് ചോദിക്കാമോ? കിമ്മും അതിന് സമ്മതിച്ചു. കൂട്ടുകാരൻ നമ്പർ വാങ്ങിക്കൊടുത്തു. കിം നമ്പറും എടുത്ത് അടുത്തുള്ള ഒരു ബൂത്തിലെത്തി. ആ നമ്പറിലേക്ക് ഫോൺ ചെയ്തു. പക്ഷേ കോൾ കണക്ട് ആകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അതിലേക്കൊരു വോയിസ് മെയിൽ അയച്ചു. ഹായ്, എന്റെ പേര് കിം എന്നാണ്. നീ എന്റെ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതുവരെ നിന്നെ കോളേജിലേക്ക് കണ്ടില്ല. അതെന്താണെന്നറിയാൻ വിളിച്ചതാ. ഇന്ന് വൈകുന്നേരം ഫ്രഷേഴ്സ് ഡേ മീറ്റിംഗ് ഉണ്ട്. കോളേജിന് വെളിയിൽ ഞാൻ നിനക്കായി കാത്തു നിൽക്കുന്നുണ്ടാകും. നീ വരുമല്ലോ അല്ലേ? ഇതാണ് എന്റെ ഫോൺ നമ്പർ. കിം തന്റെ നമ്പറും പറഞ്ഞു. കിം ഫോൺ വിളിച്ചതിന് പിന്നാലെ അന്ന് വൈകുന്നേരം ആ പെൺകുട്ടിയും കോളേജിൽ വന്നു. അവളെ കണ്ടതും കിമ്മിന് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. കിം അവളെ കൊണ്ടുപോയി കോളേജ് മുഴുവൻ ചുറ്റിക്കാണിച്ചു. ഫ്രഷേഴ്സ് ഡേ ഇവന്റിലും അവരൊന്നിച്ച് പങ്കെടുത്തു. ഹാൻസോയ് എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. കിമ്മിനോടുള്ള ഇടപഴകൽ ഹാൻസോയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. കിമ്മിനെ തന്നെയും ഹാൻസോയ്ക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. അവരൊന്നിച്ച് ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സീനിയേഴ്സ് കടന്നു വന്നു. വേണമെന്ന് വെച്ച് തന്നെ സീനിയേഴ്സ് അവർക്കടുത്ത് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. കിം അല്പം ഭയന്നിരുന്നു. പക്ഷേ ഹാൻസോയ്ക്കാകട്ടെ ഒരു കോസിലും ഉണ്ടായിരുന്നില്ല. സീനിയേഴ്സിനെ എതിർത്തവൾ സംസാരിച്ചു. അത് കണ്ട് കിമ്മും ഒരു നിമിഷം ഞെട്ടി. ഇവളെനിക്ക് അടിവാങ്ങിത്തരൂ എന്ന് കിം മനസ്സിൽ പോലും ചിന്തിച്ചു. പിന്നാലെ അവളെയും കൂട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു. കിം ഹാൻസോയെ അന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിരുന്നു. അവളോട് യാത്ര പറഞ്ഞ് പിരിയുന്ന നേരം നാളെ നമുക്കൊന്നിച്ച് ലഞ്ചിന് പോയാലോ എന്ന് കിം അവളോട് തിരക്കി. ഹാൻസോയും സമ്മതിച്ചു. കിമ്മിന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അപ്പോ തന്നെ അത് ആരോടെങ്കിലും പറയണം എന്ന് അവന് തോന്നി. അവൻ വേഗത്തിൽ തന്റെ കൂട്ടുകാരന്റെ അടുത്തെത്തി. കൂട്ടുകാരൻ ന്യൂൻസിയും കാര്യം തിരക്കി. കിമ്മും സന്തോഷത്തോടെ കാര്യങ്ങൾ വിശദീകരിച്ചു. കിം ഒരു അനാഥനാണ്. അച്ഛനും അമ്മയും അവനില്ല. അവന് അവന്റെ പെറ്റായി അവൻ വളർത്തുന്ന ഒരു ആമയുണ്ട്. അതെന്ന് പറഞ്ഞാൽ അവന് ജീവനുമാണ്. സന്തോഷവും സങ്കടവും ഒക്കെയും അവൻ തന്റെ ആ ആമക്കുട്ടിയോടാണ് ഷെയർ ചെയ്യുക. അടുത്ത ദിവസം അവരൊന്നിച്ച് ലഞ്ചിന് പോയി. സംസാരിച്ചു വരുന്ന വഴിയിൽ ഹാൻസോയോട് കിം, എന്താ നിന്റെ സ്വപ്നം? നിനക്ക് എന്താവണമെന്ന ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു. ഹാൻസോയി അവന് നേരെ നോക്കി നിൽക്കെ പെട്ടെന്നറിയാതെ കിം പറഞ്ഞുപോയി, നിന്നെ കാണുമ്പോൾ ചുംബിക്കണമെന്ന് തോന്നുന്നു. ആത്മകഥം പറയാൻ വന്നത് അല്പം ഉറക്കെയായി പോയിരുന്നു. അത് കേട്ടതും ഹാൻസോയി ഒന്ന് ഷോക്കായി. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അല്പം പതറിപ്പോയ കിം വേഗത്തിൽ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. വീട്ടിലെത്തിയിട്ടും അത് കിമ്മിന്റെ മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. മോശമായി പോയി, വളരെ മോശമായി പോയി. ആ പെങ്കൊച്ചെന്നെ പറ്റി എന്ത് വിചാരിക്കും? ആകെ പരിചയപ്പെട്ട് 2 ദിവസം കണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്കും അങ്ങനൊക്കെ പറയാമായിരുന്നു. വളരെ മോശമായി പോയി. കിമ്മും സിയോങ്ങും ഒരേ ഇടത്തായിരുന്നു താമസിച്ചിരുന്നത്. സിയോങ്ങിന്റെ പക്കൽ ഒരു പഴയ ടൈപ്പ് റേഡിയോ ഉണ്ട്. അതങ്ങനെ വർക്കാവാറുണ്ടായിരുന്നില്ല. അവനങ്ങനെ ഓരോന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കെ അവിടെ ഇരുന്ന ഹാം റേഡിയോ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. കിം പോയി നോക്കുമ്പോൾ ഹാം റേഡിയോ വർക്ക് ചെയ്യുന്നു. ഹാം റേഡിയോ വഴി എതിർവശത്തുള്ള വ്യക്തിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. കിം റേഡിയോയുടെ മൈക്കെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ഹലോ ഹലോ, എതിർവശത്ത് ആരെങ്കിലും ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? എതിർവശത്ത് നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം വന്നു. ഹലോ, ഞാൻ കുറെ നാളായി ഈ റേഡിയോയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നു. ആദ്യമായിട്ടാ എനിക്കൊരു ലൈൻ കണക്ട് ചെയ്ത് കിട്ടുന്നേ. ആരാ സംസാരിക്കുന്നതെന്ന് പറയാമോ? കിം മറുപടി പറഞ്ഞു, എന്റെ പേര് കിം എന്നാണ്. ഞാനിവിടുത്തെ കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. അത് കേട്ടതും എതിർവശത്തുണ്ടായിരുന്ന പെൺകുട്ടിക്ക് ചെറിയൊരു ഞെട്ടൽ വന്നു. അവൾ പറഞ്ഞു, കിം, നിങ്ങൾ പഠിക്കുന്ന അതേ കോളേജിലാണ് ഞാനും പഠിക്കുന്നത്. എന്തായാലും നിങ്ങളിപ്പോ പരിചയപ്പെട്ടത് നന്നായി. എനിക്ക് കോളേജിൽ നിന്നൊരു അസൈൻമെന്റ് ഉണ്ടായിരുന്നു. ഒരു സ്ട്രേഞ്ചറെ പരിചയപ്പെട്ട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തണം എന്ന തരത്തിലാണത്. എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ? ആ പെൺകുട്ടിയുടെ ശബ്ദം കിമ്മിന് കുഴപ്പമൊന്നും തോന്നിയില്ല. കിം ഓക്കെ പറഞ്ഞു. നാളെ കോളേജിലെ ഓഡിറ്റോറിയത്തിന്റെ പുറത്തു വന്ന് നിന്നാ മതി. ഞാനും അവിടെ കാത്തു നിന്നോളാം. അവിടെ വെച്ച് മീറ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ അസൈൻമെന്റും കംപ്ലീറ്റ് ചെയ്യാം എന്ന് കിം പറഞ്ഞു. പറഞ്ഞ സമയത്ത് കൃത്യം 12 മണിക്ക് കിം ഓഡിറ്റോറിയത്തിന്റെ വെളിയിലെത്തി. പക്ഷെ അവിടെങ്ങും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. കിം അവിടെ അന്ന് ഏകദേശം 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. ഒടുവിൽ ആ പെൺകുട്ടി വരാത്തത് കണ്ട് അവൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. കിമ്മിന് വലിയ ദേഷ്യം വന്നിരുന്നു. ഇതേ സമയം അതേ ഓഡിറ്റോറിയത്തിൽ
ഓഡിറ്റോറിയത്തിന്റെ തന്നെ മുൻവശം കാട്ടുന്നു. കിമ്മിനോട് സംസാരിച്ച പെൺകുട്ടിയും അതേ ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ അവനായി വെയിറ്റ് ചെയ്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് 1.5 മണിക്കൂറോളം നേരം തന്നെ. പക്ഷെ അപ്പോൾ ആ ഓഡിറ്റോറിയത്തിന്റെ വെളിയിൽ മഴ പെയ്യുന്നുണ്ട്. എന്തോ സംഭവിക്കുന്നുണ്ട്. ഒരേ സ്ഥലം തന്നെ. കിം നിൽക്കുന്നിടത്ത് വെയിലാണ്, പെൺകുട്ടി നിൽക്കുന്നിടത്ത് മഴയും പെയ്യുന്നു. ഇതെന്ത് കൂത്ത്? കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാകുന്നു. രണ്ടുപേരുമുള്ളത് 2 കാലഘട്ടത്തിലാണ്. കിം ഉള്ളത് 1999-ലാണെങ്കിൽ അവനോട് സംസാരിച്ച മോനി എന്ന പെൺകുട്ടി ജീവിക്കുന്നത് 2022-ലാണ്. അവരിരുവരും ഹാം റേഡിയോ വഴി എങ്ങനെയോ കണക്ട് ചെയ്യപ്പെടുകയായിരുന്നു. മോനി കുറെ നേരമായി മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന കണ്ടതും അവളുടെ കൂട്ടുകാരൻ യങ്ജി അങ്ങോട്ടേക്ക് ഒരു കുടയുമായി കടന്നു വന്നു. എത്ര നേരമായി ഇങ്ങനെ മഴയിൽ നനഞ്ഞു നിൽക്കുന്നു, ഇങ്ങനെ നിന്ന് നിനക്ക് പനി വരൂട്ടോ, നമുക്ക് പോവാംന്നേ എന്ന് പറഞ്ഞ യങ്ജി അവളെ കൂട്ടിക്കൊണ്ടുപോയി. മോനിക്ക് യങ്ജിയെ കഴിഞ്ഞ 7 കൊല്ലത്തോളമായി അറിയാം. അവൾ അവനെ വൺ സൈഡായി പ്രണയിക്കുന്നുമുണ്ട്. പക്ഷേ യങ്ജി ആകട്ടെ അവളെ ഒരു ഫ്രണ്ടായിട്ടായിരുന്നു കണ്ടിട്ടുള്ളത്. അവളോട് എപ്പോഴും ഏറെ കെയറിംഗ് ആയി പെരുമാറുകയും ചെയ്യുമായിരുന്നു. അന്ന് തിരികെ വീട്ടിലെത്തിയ മോനി റേഡിയോ ഓൺ ചെയ്തു. അപ്പോൾ അതാ എതിർവശത്ത് നിന്ന് കിം അവളെ ഒരുപാട് ചീത്ത വിളിക്കുന്ന വോയിസ്. എവിടെ നീ പോയിരുന്നേ? എത്ര നേരം നിനക്കായി വെയിലിൽ ഞാൻ കാത്തു നിന്നറിയോ എന്നൊക്കെ കിം പറഞ്ഞുകൊണ്ടിരുന്നു. മോനിക്കും ദേഷ്യം വന്നു. നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയേണ്ടതെന്താ? നീ ഇങ്ങോട്ട് പറയുവാണോ? നിന്നെ നോക്കി മഴയും നനഞ്ഞ് എത്ര നേരം ഞാൻ അവിടെ നിന്നെന്നറിയോ? അത് കേട്ടത് ഞെട്ടലോടെ കിം ചോദിച്ചു. എന്തോന്ന് മഴയോ? അമ്മാതിരി വെയിലത്ത് നിന്ന കരിഞ്ഞുണങ്ങിപ്പോയേനെ. അപ്പോഴവളുടെ മഴ വെറുതെ തള്ളി മറിക്കല്ലേ. ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് നീ ആ വശത്തേക്ക് വന്നിട്ടില്ല. അവര് തമ്മിൽ അത്തരത്തിൽ വാക്കുതർക്കം നീണ്ടു പോയി. ഒടുവിൽ മോനി പറഞ്ഞു, ഞാനെന്തിനാ നിന്നോട് നുണ പറയുന്നേ? ദാ ശബ്ദം കേട്ട് നോക്ക്. ഇവിടെ ഇപ്പോഴും പുറത്ത് മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നേ. ഹാം റേഡിയോയിലൂടെ മഴ പെയ്യുന്ന ശബ്ദം കിമ്മിന്റെ ചെവിയിലെത്തി. പക്ഷെ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കിം ദേഷ്യത്തിൽ റേഡിയോ ഓഫ് ചെയ്തു. പിറ്റേന്ന് കിം വീണ്ടും ഹാൻസോളിനെ കണ്ടു. പക്ഷേ അന്നങ്ങനെ പറഞ്ഞുപോയതിന്റെ കുറ്റബോധവും ഭയവും അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാൻസോളിന്റെ മുമ്പിൽ ചെല്ലാതെ അവൻ ഒഴിഞ്ഞു മാറിപ്പോന്നു. അന്ന് വൈകുന്നേരം സിയോങ്ങിനോട് സംസാരിക്കുമ്പോൾ അവനെ കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. സിയോങ് എന്നവന് മോട്ടിവേഷൻ പകർന്നു. നീ എന്തിനാ അവളെ കണ്ടിങ്ങനെ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്നേ? നിന്റെ ഉള്ളിലെ ഫീലിങ്സ് എന്താണോ അത് യാഥാർത്ഥ്യമാണെങ്കിൽ അവളോട് തുറന്നങ്ങ് പറ. എന്തായാലും ഭൂമി ഇല്ലാതാവൊന്നുമില്ലല്ലോ. കിമ്മിനും ആശ്വാസം തോന്നി. അന്ന് വീട്ടിലെത്തിയ കിം ഹാം റേഡിയോ വഴി മോനിയുമായി സംസാരിച്ചു. തലേന്നുണ്ടായ വഴക്കിനും മറ്റും കിം അവളോട് സോറി പറഞ്ഞു. അതൊക്കെ വിട്, നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? പറഞ്ഞ നീ ഏതു കൊല്ല കോളേജ് ജോയിൻ ചെയ്തേ? കിം മറുപടി പറഞ്ഞു, ഞാൻ 98-ലാ ജോയിൻ ചെയ്തേ. ഇപ്പോ സെക്കൻഡ് ഇയർ പഠിക്കുക. അത് കേട്ടതും മോനി അല്പം ഷോക്കായി. തന്നെ കളിയാക്കുന്നതാന്ന് കരുതി അവൾ പറഞ്ഞു, എന്തോന്ന് 1999? ഇത് 2022. എന്നെ എന്താ പൊട്ടം കളിപ്പിക്കുവാണോ? നിനക്ക് സത്യം പറഞ്ഞേ ശീലമില്ലല്ലേ? അന്നും അവർ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. നിന്റെ ഫോൺ ഉണ്ടാവൂലോ, ആ ഫോൺ നമ്പർ തന്നെ ഞാൻ വിളിക്കാം, അപ്പോ അറിയാലോ കാര്യം. കിം തന്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. മൊബൈലിൽ അവൾ കിമ്മിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. പക്ഷെ കോൾ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ മോനി തന്നെ ഒരു കാര്യം പറഞ്ഞു, നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണമെങ്കിൽ നമുക്കൊരു കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കോളേജിലെ ഫോൺ ബൂത്തില്ലേ, അതിന്റെ അവിടെ പോയി നീ എനിക്കായി എന്തെങ്കിലും എഴുതി വെക്ക്, അത് കാണുമോന്ന് ഞാൻ നോക്കട്ടെ. കിമ്മും അതിന് സമ്മതിച്ചു. അടുത്ത ദിവസം ടെലിഫോൺ ബൂത്തിനടുത്ത് പോയി അവൻ ബൂത്തിനടുത്ത് മോനി എന്നും 1999 എന്നും വർഷവും എഴുതി വെച്ചു. 2022-ൽ മോനിയും അടുത്ത ദിവസം ടെലിഫോൺ ബൂത്തിലെത്തി. ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് അത് അന്യാധീനപ്പെട്ട് കിടക്കുകയായിരുന്നു. 2022 ആണല്ലോ. അവിടെ കുറെ എഴുത്തുകൾ കാണാമായിരുന്നു. മോനി അതിലൂടെ നോക്കിയപ്പോൾ മോനി എന്നും 1999 എന്നും എഴുതി വെച്ചിരിക്കുന്നത് അവൾ കണ്ടു. ഒരു നിമിഷം അവൾ വാ തുറന്ന് നിന്നുപോയി. അവളന്ന് തന്റെ ഫ്രണ്ട്സിനടുത്ത് പോയി ആ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും ആരും അവളെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. മറുവശത്ത് കിമ്മാകട്ടെ ഹാൻസോയെ കണ്ട് തന്റെ പ്രണയം തുറന്നു പറയണം എന്ന് ചിന്തിച്ചു പോയിരുന്നു. ഹാൻസോയുടെ മുമ്പിലെത്തി അവൻ പക്ഷെ പ്രണയം തുറന്നു പറഞ്ഞില്ല. ഹാൻസോയോട് അന്ന് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എന്തോ പറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ഹാൻസോയ് ചെറുതായി പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അവളത് സീരിയസ് ആയി എടുത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്ന ഭാവത്തിലായിരുന്നു നിന്നിരുന്നതും. അതോടെ അവർക്കിടയിലെ മഞ്ഞുരുകി. പഴയ പോലെ അവർ ഇടപഴകാൻ ആരംഭിച്ചു. അന്ന് വൈകുന്നേരം കിം മോനിയുമായി സംസാരിക്കുമ്പോൾ താനൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നും നാളെ അവളോടൊന്നിച്ച് പുറത്തു പോവുകയാണെന്നും ഞാൻ എന്തൊക്കെ ചെയ്താൽ അവൾക്ക് എന്നെ ഇഷ്ടമാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു തരാമോ എന്ന തരത്തിൽ അവളോട് ഉപദേശം തിരക്കി. മോനിയും താൻ പറയുന്ന പോലെയൊക്കെ ചെയ്യ്, താൻ പറയുന്ന പോലെ ഡ്രസ്സും ഹെയർ സ്റ്റൈലും ഒക്കെ ചെയ്തു പോ, അവൾക്ക് ഇഷ്ടമാകും എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പിറ്റേന്ന് മോനി പറഞ്ഞ പോലെ തന്നെ അവൻ ഹാൻസുളിന്റെ മുമ്പിലെത്തി. അത്രമേൽ സുന്ദരനായി കിം കാണപ്പെട്ടിരുന്നു. ഹാൻസുളും
അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. പിന്നീട് അങ്ങോട്ടേക്ക് മോനിയുടെ അടുത്ത് തന്റെ പ്രണയത്തിന് വേണ്ട സഹായങ്ങൾ കിം ചോദിച്ചുകൊണ്ടേയിരുന്നു. എവിടെ ഹാൻസുളുമായി പോകണം, എന്തൊക്കെ സംസാരിക്കണം എന്ന രീതിയിൽ ഓരോ ഉപദേശങ്ങളും അവളോട് ചോദിച്ചു. മോനിയും അവനെ സഹായിച്ചുകൊണ്ടേയിരുന്നു. ഹാൻസുളിന്റെ മേൽ കിം തന്റെ ഹൃദയമേ വെച്ചിരിക്കുന്ന കണ്ട് മോനിക്ക് പോലും അസൂയ തോന്നി. അവൾ അത്രമേൽ ലക്കിയായിരിക്കും നിന്നെപ്പോലൊരു പയ്യനെ കിട്ടാൻ എന്നുവരെ അവൾ പറഞ്ഞു. അവളോട് പ്രപ്പോസ് ചെയ്യാനും അവൾക്ക് നിന്നെ ഇഷ്ടമാകും എന്നും മോനി എൻകറേജ് ചെയ്തു. മോനിയുടെ മോട്ടിവേഷൻ കിട്ടിയതും അടുത്ത ദിവസം തന്നെ ഹാൻസുളിനടുത്ത് അവൻ തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. തന്റെ പ്രണയം ഹാൻസുൾ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് കിമ്മിന് ഭയമുണ്ടായിരുന്നു. പക്ഷേ ഹാൻസുളിനും കിമ്മിനെ ഇഷ്ടമായിരുന്നു. അതറിഞ്ഞതും അവന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. തിരികെ വീട്ടിലെത്തിയവൻ മോനിയെ കണക്ട് ചെയ്തു. മോനിയോട് എല്ലാത്തിനും നന്ദി പറഞ്ഞു. അവൾ തന്റെ പ്രണയം സ്വീകരിച്ചതായും മോനിയാണ് അതിന് സഹായിച്ചത് എന്നുമൊക്കെ പറഞ്ഞ് മോനിയോടുള്ള തന്റെ നന്ദി മുഴുവൻ അവൻ പ്രകടിപ്പിച്ചു. ഇന്നു മുതൽ നീയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുവരേക്കും പറയുകയും ചെയ്തു. പിന്നാലെ മോനി ചോദിച്ചു, കിം 1999 പഠിക്കുന്നെന്ന് പറഞ്ഞ് ആ സമയത്താ എന്റെ അച്ഛനും അതേ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നേ. സിയോങ് എന്ന അച്ഛന്റെ പേര് അച്ഛനെ കിം അറിയുമോ? എന്ത് സിയോങ്ങോ? നീ സിയോങ്ങിന്റെ മോളാണോ? സിയോങ്ങിന്റെ ക്ലോസ് ഫ്രണ്ടാ. മോനിക്കും കിമ്മിനും ഒരേ സമയം അതല്പം ഞെട്ടലുളവാക്കുന്ന വാർത്തയായിരുന്നു. മോനി പറഞ്ഞു, ഞാൻ എന്റെ അച്ഛന്റെ ഹാം റേഡിയോ വഴിയാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. കിമ്മും ഇപ്പോ അതായിരിക്കും യൂസ് ചെയ്യുന്നതല്ലേ? കിമ്മിന് സംശയമുണ്ടായിരുന്നു. ഹാം റേഡിയോയുടെ വശത്തൊരു വൈറ്റ് സ്റ്റിക്കർ ഉണ്ടോന്ന് നോക്കിയേ, എന്റെ അതുണ്ട്. അവൾ പറഞ്ഞതും കിം അത് മുഴുവൻ നോക്കി. പക്ഷെ അതിൽ അങ്ങനൊരു സ്റ്റിക്കർ കണ്ടില്ല. ആ അത് പോട്ടെ, എന്റെ അച്ഛനെ അറിയാമെന്ന് പറഞ്ഞല്ലോ, എനിക്ക് എന്റെ അമ്മേനെയും അറിയാൻ സാധ്യതയുണ്ടല്ലോ. എന്റെ അമ്മയും അതേ കോളേജിൽ തന്നെ പഠിച്ചേ. ഹാൻസുൾ എന്ന എന്റെ അമ്മയുടെ പേര്. അത് കേട്ടതും കിം ഞെട്ടിത്തെറിച്ചു നിന്നു. താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ പേര് അതുവരേക്കും കിം മോനിയോട് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ സിയോങ് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹാൻസുളിനെയാണ് വിവാഹം കഴിച്ചത് എന്ന് അവൻ കേൾക്കുന്നു. അവന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്താ നീ പറയുന്നേ? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലല്ലോ. നീ നുണ പറയുവല്ലേ എന്ന് അവൻ ചോദിച്ചു. ഞാൻ എന്തിനാ നുണ പറയുന്നേ? സത്യമാ പറയുന്നേ എന്നവൾ പറഞ്ഞതും കിമ്മിനത് സഹിക്കാൻ സാധിച്ചില്ല. ദേഷ്യത്തിൽ അവൻ ആ റേഡിയോ തല്ലിപ്പൊളിച്ചു. കോൾ കട്ടായതും എന്താ സംഭവിക്കുന്നതെന്ന് മോനിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. മോനി ഒരു അക്വേറിയത്തിന്റെ അടുത്തേക്ക് പോയി. അക്വേറിയത്തിനകത്ത് ഒരു ആമയുണ്ടായിരുന്നു. കിം തന്റെ പെറ്റായി ബെസ്റ്റ് ഫ്രണ്ടായി വളർത്തിയിരുന്ന അതേ ആമ തന്നെ. അത് വളർന്നിട്ടുണ്ട്. മോനിയിൽ നിന്ന് അതൊക്കെ കേട്ടതുകൊണ്ട് തന്നെ സിയോങ്ങും ഹാൻസുളും വെറുതെ സംസാരിച്ചാൽ പോലും കിമ്മിന്റെ മനസ്സിനെ അത് ബാധിക്കാനായി ആരംഭിച്ചു. അവൻ അതിൽ ഇടപെട്ട് അപ്പോ തന്നെ ഹാൻസുളിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഒരിക്കൽ ഹാൻസുൾ കിമ്മിനോട് എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. കിമ്മും ഹാൻസുളിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവിടെ സിയോങ്ങിന്റെ ഹാൻഡ് റേഡിയോ ഇരിക്കുന്ന കണ്ടതും ഹാൻസുൾ വല്ലാതെ ഇൻട്രസ്റ്റഡ് ആയി. എടാ, എനിക്ക് ഈ ഹാം റേഡിയോ ഒരുപാട് ഇഷ്ടമുള്ള സംഗതിയാ എന്ന് കിമ്മിനോട് പറഞ്ഞു. കിമ്മിന്റെ ഉള്ളിലാണെങ്കിൽ എന്തെന്നില്ലാത്തൊരു ആശങ്ക ഉയരുകയായിരുന്നു. ഹാൻസുൾ ആകട്ടെ ആ സമയം തന്റെ പക്കൽ ഉണ്ടായിരുന്ന കിമ്മിന്റെയും അവളുടെയും ചെറിയൊരു ഫോട്ടോ എടുത്ത് ആ ഹാം റേഡിയോയുടെ മേൽ ഒട്ടിച്ചു വെച്ചു. അത് കണ്ടതും കിം ഞെട്ടലോടെ ഒരു കാര്യം മനസ്സിലാക്കി. മോനി കഴിഞ്ഞ ദിവസം ഹാം റേഡിയോയുടെ വശത്ത് വൈറ്റ് സ്റ്റിക്കർ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നല്ലോ. അത് ആ ഫോട്ടോ ആണെന്ന സത്യം. ആ ഫോട്ടോ കാലം കടന്നുപോയപ്പോൾ മങ്ങി വൈറ്റ് കളറിലേക്ക് മാറിയതായിരുന്നു. ഹാൻസുൾ ആ സ്റ്റിക്കർ ഒട്ടിച്ചതും കിം ആ കാര്യം ഉറപ്പിച്ചു. മോനി പറഞ്ഞ പോലെ തന്നെയായിരിക്കും ഫ്യൂച്ചർ സംഭവിക്കുകയെന്ന്. 2022 മോനിക്കാണെങ്കിൽ കിം എന്തിനാ ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്തത് എന്നൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. അച്ഛന്റെയും അമ്മയുടെയും പഴയ ആൽബമൊക്കെ എടുത്ത് അവൾ തുറന്നു നോക്കി. അതിൽ അവരുടെ പാരന്റ്സിന്റെ ഒക്കെ ഒപ്പം കിമ്മിനെ അവൾ നോക്കിക്കണ്ടു. വൈകാതെ എന്താണ് കാരണമെന്നും അവൾ ഊഹിച്ചെടുത്തു. കിം പ്രണയിക്കുന്നെന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഒരുപക്ഷെ തന്റെ അമ്മയായ ഹാൻസുൾ ആയിരിക്കുമോ? കൃത്യസമയത്ത് അവളുടെ ഫോണിലേക്ക് അമ്മ ഹാൻസുളിന്റെ കോൾ വന്നു. അവൾ കോൾ എടുത്ത് സംസാരിച്ചു. അമ്മയോട് അവൾ ചോദിച്ചു, അമ്മയുടെ ഫസ്റ്റ് ലവ് ആരായിരുന്നു? എന്താ കാര്യമെന്ന് ചോദിച്ചതും അവൾ വെറുതെയാണെന്ന് പറഞ്ഞു. അമ്മ കിമ്മിനെ പറ്റി പറയുകയും പെട്ടെന്ന് ഒരു നാൾ കിം കാണാതായി പോയെന്നും പിന്നീട് കണ്ടിട്ടേയില്ലെന്നും അമ്മ മറുപടി പറഞ്ഞു. മോനിയതോടെ വല്ലാതായി. തന്നിൽ നിന്നും ഇക്കാര്യം അറിഞ്ഞതിനു ശേഷമാണോ കിം അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയത് എന്നൊക്കെ അവൾ ചിന്തിച്ചു കൂട്ടാൻ ആരംഭിച്ചു. 1999 കോളേജിൽ ഒരു ബാസ്കറ്റ്ബോൾ മാച്ച് നടക്കുകയായിരുന്നു. കിമ്മും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അത് കാണാൻ ഹാൻസുളും വന്നിരുന്നു. ഹാൻസുൾ കിമ്മിനെ സപ്പോർട്ട് ചെയ്തതും അവന് വല്ലാത്ത എനർജി ലഭിച്ചു. അവൻ നല്ല രീതിയിൽ തന്നെ കളിച്ചു. മാച്ച് കാണാൻ സിയോങ്ങും എത്തിയിരുന്നു. അവൻ തന്റെ വീഡിയോ ക്യാമറയിൽ ഒക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ചെന്നിരുന്നത് ഹാൻസുളിന്റെ അടുത്തായിരുന്നു. അത് കണ്ടതും കിമ്മിന്
സഹിച്ചില്ല. സിയോങ്ങിനടുത്തേക്ക് ഓടിച്ചെന്ന് തന്റെ മനസ്സിൽ തോന്നിയതൊക്കെ ചിന്തിച്ച് അവൻ സിയോങ്ങിനെ തല്ലി. അവിടെയുള്ള ആർക്കും തന്നെ ഇതെന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായതേയില്ല. പിന്നീട് ബാൻഡേജ് ഒക്കെ ഒട്ടിച്ചു വന്ന സിയോങ് അത് കണ്ട് ദേഷ്യം പിടിച്ചു നിന്ന ഹാൻസോളിനോട് തന്റെ കൂട്ടുകാരൻ കിമ്മിന് വേണ്ടി തന്നെ സംസാരിച്ചു. അവൻ വളരെ നല്ലവനാ, ഇപ്പോ എന്തോ കുറച്ച് ദിവസമായിട്ട് വല്ലാതെ വിചിത്രമായി പെരുമാറുന്നു, എന്താന്നറിയില്ല എന്ന രീതിയിലായിരുന്നു സിയോങ് ഹാൻസോളിനോട് പറഞ്ഞതുപോലും. മറുവശത്ത് കിമ്മാകട്ടെ സിയോങ്ങിനെ അടിച്ചതോർത്ത് വല്ലാതെ ദുഃഖത്തിലായി. തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ തന്നെ താൻ തല്ലിപ്പോയല്ലോ എന്നോർത്തവൻ കുറ്റബോധത്തിൽ മുഴുകി. സന്തോഷവും സങ്കടവും എന്തു വന്നാലും അവൻ തന്റെ ആമയോടാണല്ലോ പറയുക. അവനന്ന് തന്റെ വളർത്താമയെ നോക്കിയെങ്കിലും അതിനെ അവിടെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. നിലത്തു നോക്കുമ്പോൾ ആമ നടന്നുപോയതിന്റെ പാടുകൾ അവൻ കണ്ടു. അത് പിന്തുടർന്ന് അവൻ പുറത്തേക്കിറങ്ങി നടന്നുപോയി. മഴ പെയ്യുന്നുണ്ടായിരുന്നു. മുന്നോട്ട് കുറച്ചു ദൂരം ചെന്നതും സിയോങ്ങും ഹാൻസുളും നിന്ന് സംസാരിക്കുന്നത് അവൻ കണ്ടു. സിയോങ് കുട പിടിച്ചിട്ടുണ്ട്. ഹാൻസുളിന്റെ കയ്യിൽ ആ ആമയുമുണ്ട്. ആമയെ കിട്ടിയതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് സൗഹൃദത്തോടെയാണ് അവർ സംസാരിച്ചു നിന്നതെങ്കിലും ദൂരെ നിന്ന് കണ്ട കിം അത് പൂർണ്ണമായും തെറ്റിദ്ധരിച്ചു. മനസ്സിലെ സംശയങ്ങൾ അവന്റെ തെറ്റിദ്ധാരണയെ ആളിക്കത്തിക്കുകയായിരുന്നു. ഞാൻ എന്തൊക്കെ ചെയ്താലും ഫ്യൂച്ചറിൽ സംഭവിക്കേണ്ടത് സംഭവിക്കൂ. അവരായിരിക്കും ഒന്നുചേരാൻ വിധിക്കപ്പെട്ടത്. ഞാൻ അതിനിടയിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല. അവരെങ്കിലും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ചിന്തിച്ച് കിം അവിടെ നിന്ന് പോവാനൊരുങ്ങി. അന്നവൻ അവിടം വിട്ടു പോയിരുന്നു. പിന്നീട് അവനെ ആരും കണ്ടിട്ടേയില്ല. ഇതൊക്കെ ഊഹത്തിലൂടെ ചിന്തിച്ചെടുത്ത മോനിക്ക് അത് സഹിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. 2022 അവൾ കുറ്റബോധത്തിലാണ്ടു. കിമ്മും തന്റെ അമ്മയും പിരിയുവാൻ താനാണ് കാരണം എന്നവൾ തന്നെ തന്നെ കുറ്റപ്പെടുത്തി. ഹാം റേഡിയോ വഴി കിമ്മിനെ കണക്ട് ചെയ്യാൻ അവൾ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ കണക്റ്റായി കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം മോനിയെ തേടി മോനിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഓടി വന്നു. മോനി തങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും അവൾ പറഞ്ഞ കഥയുമൊക്കെ ദാ ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചു, അത് വളരെ യാദൃച്ഛികമായി തോന്നി എന്ന് പറഞ്ഞായിരുന്നു അവന്റെ വരവ്. മാത്രമല്ല ആ ബുക്ക് എഴുതിയിരുന്നതും കിം എന്ന വ്യക്തിയായിരുന്നു. അത് നീ പറയുന്ന കിമ്മാണോ എന്ന് സംശയമുണ്ട് എന്നും യങ്ജി കൂട്ടിച്ചേർത്തു. ആ പുസ്തകം ഇറങ്ങിയിട്ട് ഒരുപാടായിട്ടുണ്ടായിരുന്നില്ല. പുസ്തകം വളരെ സക്സസ് ആയതുകൊണ്ട് തന്നെ അന്നൊരു ബുക്കിന്റെ ഇവന്റ് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് പോയാലോ, കിമ്മും അവിടെ വന്നേക്കും എന്നും യങ്ജി കൂട്ടിച്ചേർത്തു. കേൾക്കേണ്ട താമസം മോനി അവിടെ നിന്ന് ഓടാനായി ആരംഭിച്ചു. കിം പണ്ട് പറഞ്ഞ കാര്യവും മോനി ഓർത്തു. തനിക്കൊരു റൈറ്റർ ആവണം എന്നാണ് ആഗ്രഹമെന്ന കാര്യം. മോനി ഓടി ആ പറഞ്ഞ ഇടത്തേക്കെത്തി. കിം അവിടെ ഫാൻസിന്റെ പുസ്തകങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. കിം അതിനോടകം തന്നെ അറിയപ്പെടുന്ന വലിയ റൈറ്ററായി മാറിക്കഴിഞ്ഞിരുന്നു. തന്റെ മുമ്പിൽ പ്രായമെത്തിയ കിമ്മിനെ മോനി നോക്കിക്കണ്ടു. കിമ്മിന് മുമ്പിലേക്കെത്തിയ മോനി തന്റെ കയ്യിലുള്ള ബുക്ക് കൊടുത്തു. സൈൻ ചെയ്യാൻ നിന്റെ പേരെന്താണ് മോളെ എന്ന് കിം ചോദിച്ചു. മോനി എന്ന് അവൾ മറുപടി പറഞ്ഞതും കിമ്മിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. അവൻ മുഖമുയർത്തി നോക്കി. സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ച ശേഷം ആ ബുക്കിൽ കിം എന്തോ അവൾക്കായി എഴുതി കൊടുത്തു. പിന്നാലെ മോനി അത് തുറന്നു വായിച്ചു നോക്കി. നിന്റെ മനസ്സെന്താണോ പറയുന്നത് അത് മാത്രം നീ കേൾക്കൂ, സന്തോഷത്തോടെ ഇരിക്കൂ. അതുപോലെ നിന്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായ കിമ്മിനെ ഒരിക്കലും മറന്നേക്കരുത് കേട്ടോ. അത് വായിച്ചതും എന്തുകൊണ്ടോ മോനിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾക്ക് സന്തോഷം തോന്നി. നിന്റെ ഹൃദയം എന്ത് പറയുന്നു അത് കേൾക്കൂ എന്ന് കിം എഴുതിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അന്നവളൊന്ന് തീരുമാനിച്ചു. അവൾ നേരെ യങ്ജിയുടെ അടുത്തേക്ക് ചെന്നു. യങ്ജിയോട് തന്റെ മനസ്സിലുള്ള ഫീലിംഗ്സ് തുറന്നു പറഞ്ഞു. എന്നെ വിവാഹം കഴിക്കാമോ എന്നും ചോദിച്ചു. യങ്ജിക്കും അതിന് സമ്മതമായിരുന്നു. ചിരിയോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. യാഥാർത്ഥ്യത്തിൽ യങ്ജിയും മോനിയും ഒന്നിക്കണം എന്ന് ആഗ്രഹിച്ചതുപോലും കിമ്മായിരുന്നു. അവൾ ആദ്യമായി മഴ നനഞ്ഞ കിമ്മിനെ കാത്തുനിന്ന ദിവസം അവിടെ മാറി നിന്ന് വയസ്സായ കിം അവളെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. അന്ന് യങ്ജിക്കടുത്ത് അവളെ ചൂടിക്കാൻ കുടയടക്കം കൊടുത്തുവിട്ടതുപോലും കിമ്മായിരുന്നു. മോനി യങ്ജിയെ പ്രണയിക്കുന്ന കാര്യമൊക്കെ പണ്ടേ അറിയാമായിരുന്ന കിം അതിനുവേണ്ടി പലതും ചെയ്ത് അവരെ ഒന്നിപ്പിക്കുകയായിരുന്നു. പണ്ട് പിരിയേണ്ടി വന്നെങ്കിലും തന്റെ പ്രണയിനിയും പ്രണയിനിയുടെ മക്കളുമെല്ലാം സന്തോഷത്തോടെ ജീവിക്കണം എന്ന് മാത്രമേ കിം ആഗ്രഹിച്ചിട്ടുള്ളൂ. അയാൾ അപ്പോഴും ഒരു ബാച്ചിലർ ആയിരുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആ ലോകത്തിന്റെ ഒരു വശത്ത് സന്തോഷത്തോടെ അയാൾ ജീവിച്ചുകൊണ്ടേയിരുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.